ഹലോ, വെൽക്കം ടു അമ്മാസ് ഡയറി. നമുക്ക് പ്രഗ്നൻസിയുടെ 19ാമത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത്, അമ്മയിൽ എന്താ സംഭവിക്കുന്നത്, കുഞ്ഞിൽ എന്താ സംഭവിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ. 18ാമത്തെ ആഴ്ചയുടെയും 22ാമത്തെ ആഴ്ചയുടെയും ഇടയിലാണ് രണ്ടാമത്തെ സ്കാനിങ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. കുഞ്ഞ് വയറ്റിൻ്റെ ഉള്ളിൽ ചവിട്ടുകയും അതുപോലെ അനങ്ങുകയും ചെയ്യുന്നത് കൂടുതലായിട്ട് അമ്മയ്ക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ ആഴ്ച മുതലാണ്. പിന്നെ ഈ ആഴ്ചയിൽ കുഞ്ഞിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഒരു 200 ഗ്രാമോളം വരും. അതുപോലെ നീളം ഒരു 7 ഇഞ്ചോളം വരും. താരതമ്യം ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാമ്പഴത്തിൻ്റെ വലുപ്പത്തിലേക്ക് നിങ്ങളുടെ കുഞ്ഞ് ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും. പിന്നെ ഈ ആഴ്ച മുതൽ കുഞ്ഞ് ഉറങ്ങാനായിട്ട് ആരംഭിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിൽ ഇത്രയും ദിവസം കുഞ്ഞ് അങ്ങനെ ഉറങ്ങാറില്ല, നല്ല ആക്റ്റീവായിട്ട് ഫുൾ ടൈം ഇരിക്കാറ് പതിവ്. പക്ഷേ ഇനി മുതൽ നമ്മുടെ കുഞ്ഞ് ഉറങ്ങാനായിട്ട് ആരംഭിക്കുന്നുണ്ട്. നമുക്കിനി അമ്മയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. അമ്മയുടെ വയറ് വലുതാകാനായിട്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ നിങ്ങളും പങ്കാളിയും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിലൊക്കെ ഇനി ഏർപ്പെടാൻ പറ്റുമോ എന്നുള്ള ആശങ്കയൊക്കെ നല്ലപോലെ നിങ്ങൾക്ക് ഉണ്ടാവാം. ഗർഭത്തിൻ്റെ ഓരോ കാലത്തും സെക്സിനോടുള്ള താല്പര്യത്തിൻ്റെ മാറ്റങ്ങൾ വന്നേക്കാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗർഭകാലത്തുള്ള ക്ഷീണം, ഹോർമോൺ നിലയിലുള്ള ചേഞ്ചുകൾ, ഉത്കണ്ഠ, ഈ ഒക്കെ കാരണം കൊണ്ടാണ് ഇത് മാറി മാറി വരും എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ഇടുപ്പിൻ്റെ ഭാഗത്തും അതുപോലെ യോനിയുടെ ഭാഗത്തൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ പൊതുവെ ആവർത്തിച്ച് ഉത്തേജനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ആഴ്ച മുതൽ നിങ്ങൾ കുഞ്ഞിൻ്റെ ജനനത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ക്ലാസ്സുകളോ ഇല്ലെങ്കിൽ അതിനെപ്പറ്റി യൂട്യൂബിൽ വരുന്ന വീഡിയോസോ അല്ലെങ്കിൽ ബുക്ക് വാങ്ങിച്ച് അതിനെപ്പറ്റി വായിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാവുന്ന ആഴ്ചയാണ് ഇത്. നമുക്കിനി കുഞ്ഞിൽ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാം. വെർണിക്സ് എന്ന ഒരു കട്ടിയുള്ള മെഴുക് പോലത്തെ ഒരു പുതപ്പ് എന്ന് പറയാം നമുക്ക്. അതിനോട് അങ്ങനെ പുതച്ചാണ് ഇപ്പോൾ കുഞ്ഞ് നമ്മുടെ വയറ്റിൽ അല്ലെങ്കിൽ യൂട്രസിൻ്റെ ഉള്ളിൽ കഴിയുന്നത്. നിങ്ങൾക്ക് പറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ വയറ്റിൻ്റെ ഉള്ളിലാണല്ലോ ഭയങ്കര, പുറത്ത് വരുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര സോഫ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിലായിരിക്കുമ്പോഴും കുഞ്ഞിൻ്റെ ചർമ്മമൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അതിന് ഒരു കേടുപാടും സംഭവിക്കാണ്ടിരിക്കാനാണ് ഇങ്ങനെ ഒരു വെർണിക്സ് കൊണ്ട് കുഞ്ഞിനെ കവർ ചെയ്ത് സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് ഇപ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഉള്ളിലാണ് കിടക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ കുഞ്ഞിന് വേറെ രീതിയിൽ ഇറിറ്റേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനും ഈ ഒരു വെർണിക്സ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ ആഴ്ച മുതൽ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ പാൽപ്പല്ലുകൾ വരണം, അത് കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ടുള്ള പല്ലുകൾ വരണം. അതൊക്കെ വരാനായിട്ട് നമ്മുടെ പല്ലിൻ്റെ അവിടെ മോണകളുടെ ഉള്ളിലെ മുകളങ്ങളൊക്കെ ഈ ആഴ്ചയിൽ രൂപപ്പെടാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞ് 2 കുഞ്ഞുങ്ങളായിരിക്കാമല്ലോ, ആൺകുഞ്ഞായിരിക്കാം പെൺകുഞ്ഞായിരിക്കാം. പിന്നെ പുറത്ത് രാജ്യങ്ങളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും ഏത് കുഞ്ഞാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലൊന്നും അത് പറയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരുന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ അണ്ഡാശയത്തിൻ്റെ ഉള്ളിൽ അണ്ഡകോശങ്ങളുടെ ആദിമ രൂപപ്പെടാൻ തുടങ്ങുന്നുണ്ട്. ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതകാലത്ത് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ അണ്ഡങ്ങളും മുഴുവൻ അണ്ഡാശയത്തിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആൺകുഞ്ഞാണെന്നുണ്ടെങ്കിൽ പോസ്ട്രേറ്റ് ഗ്ലാൻഡ് അല്ലെങ്കിൽ പോസ്ട്രേറ്റ് സിദ്ധി വികസിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. പിന്നെ ഈ ആഴ്ച മുതൽ കുഞ്ഞിന് നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്, അതുപോലെ കുഞ്ഞിന് എന്തെങ്കിലും കുടിക്കാനായിട്ട് വേണം. അതുകൊണ്ട് നമ്മുടെ വയറ്റിനുള്ളിലുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടുതലായിട്ട് കുഞ്ഞ് കുടിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചവെള്ളം കുടിക്കുമ്പോൾ ദഹിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ അതുപോലെ ഫ്ലൂയിഡ് കുടിക്കുമ്പോൾ അത്ര എളുപ്പത്തിൽ ദഹിക്കില്ലല്ലോ. അതുകൊണ്ട് ഫ്ലൂയിഡിന് ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ദഹനരസങ്ങളെല്ലാം ആമാശയത്തിൻ്റെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നുണ്ട് ഈ ആഴ്ചയിൽ. പിന്നെ ആമാശയത്തിൻ്റെ ഉള്ളിൽ ദഹനം പ്രക്രിയ നടക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് അതിനൊരു പരിശീലനമാണ് എന്ന് പറയാം. പിന്നെ ഈ ആഴ്ച മുതൽ കുഞ്ഞിൻ്റെ ചലനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടി വരുന്ന സമയമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു കുഞ്ഞ് ഉറങ്ങാനായിട്ട് ആരംഭിക്കുന്നത് ഈ ആഴ്ച മുതലാണ് എന്ന് നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് സ്വന്തം താടി നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ട് ഒരു സുഖകരമായിട്ടൊരു പൊസിഷൻ കുഞ്ഞ് തന്നെ കണ്ടെത്തും. അങ്ങനെയാണ് കുഞ്ഞ് ഉറങ്ങാനായിട്ട് ആരംഭിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിൽ ഉറങ്ങുന്ന കുഞ്ഞിന് ഉറക്കത്തിൽ സ്വപ്നം കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. നമുക്കിനി 19ാമത്തെ ആഴ്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ. നിങ്ങളുടെ ലൈംഗിക താല്പര്യത്തിൽ വരുന്ന മാറ്റങ്ങൾ വരും എന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ മാറ്റങ്ങൾ വരുന്നത് നിങ്ങളുടെ പങ്കാളിയായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും അത്
സുഖമായിട്ട് ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനായിരിക്കും. നിങ്ങൾ പരസ്പരം നല്ലപോലെ സംസാരിച്ചാലാണ് നിങ്ങൾക്കത് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു പ്രഗ്നൻസി മാസ്ക് ഉണ്ട്. ആ പ്രഗ്നൻസി മാസ്ക് എന്ന് പറയുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഈ ആഴ്ചയോട് കൂടി നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. എന്താണ് പ്രഗ്നൻസി മാസ്ക് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അത് നിങ്ങളുടെ ചർമ്മം ഇപ്പോൾ ചിലപ്പോൾ വര വീഴണ പോലെ വളരും, അതുപോലെ വിണ്ട് കീറും, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയമാണ് ഇത് ഗർഭകാലത്തിൻ്റെ ഹോർമോണിലുള്ള മാറ്റം മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതൊക്കെ സാധാരണയായിട്ട് കാണുന്നതാണ് പല ഗർഭിണികൾക്കും. പക്ഷേ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇത് നിങ്ങൾ വരുന്നുണ്ടല്ലോ എങ്ങനെയാണല്ലോ എന്ന് വെച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രസവം കഴിയുന്നതോടുകൂടി തന്നെ ഇതെല്ലാം ശരിയാവുന്നതായിരിക്കും. നല്ലൊരു മോയ്സ്ചറൈസർ, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഗർഭകാലത്ത് തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ മോയ്സ്ചറൈസറിന് പകരം നമ്മൾ വീട്ടിൽ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഒരു കോക്കനട്ട് ഓയിൽ തന്നെ ഇങ്ങനത്തെ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്താലും മതി. കാരണം ഒരു കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് തന്നെ നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് അത് ആക്ട് ചെയ്യും. പിന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാമെന്ന് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സ്മെല്ലുള്ളത്, ഭയങ്കര കളറുള്ളത് അതൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം അതിൽ കുറേ കെമിക്കൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഗർഭകാലത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ എനിക്കിതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അതിന് കാരണം മിക്കവാറും ആരോഗ്യകരമായ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് ഫുഡ്സൊക്കെ കഴിക്കുക, അതുപോലെ വേണ്ടത്ര നല്ലപോലെ വെള്ളം കുടിക്കുക. നല്ലപോലെ വെള്ളം കുടിക്കണം. ഒരു ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം കുടിക്കണം നല്ലതാണ്. പക്ഷേ ചിലപ്പോൾ അത് യൂറിൻ കൂടുതൽ പാസ് ചെയ്യാൻ തോന്നുന്നത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ വെള്ളം കൂടി കുറഞ്ഞും. പക്ഷെ അങ്ങനെ വെള്ളം കൂടി കുറഞ്ഞാലും അതിന് കുറേ പ്രശ്നങ്ങൾ വരും. യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക, നല്ലപോലെ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. എന്ത് കഴിച്ചു എന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 19ാമത്തെ ആഴ്ചേനെ പറ്റി ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇനി 20ാമത്തെ ആഴ്ചേനെ പറ്റി അടുത്ത ദിവസം കാണാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ താഴെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. താങ്ക്